ഹൈ ഫ്രണ്ട്സ്, നമ്മൾ ദ സിമ്പിൾ പ്രസൻറ്റൻസ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചു. ലാസ്റ്റ് നമ്മൾ ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഒരു ടെൻസ് പഠിച്ചിട്ട് നമ്മൾ ഉദാഹരണം പറയാതെ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചു. അവസാനം നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് കണ്ടുപിടിച്ചു. എവിടെയാണ് പറയുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് മുഖേന നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് റെയിനിങ് നൗ, ഐ ആം സ്പീക്കിംഗ് ടു യു നൗ. ആ നൗ എന്നുള്ളത് അണ്ടർസ്റ്റുഡ്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം. ഇനി സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഉപയോഗങ്ങൾ, വേറെയൊക്കെ ഉപയോഗങ്ങളുണ്ട്, പക്ഷെ തൽക്കാലം നമ്മൾ ഇത്രയും മനസ്സിലാക്കുക. പ്രധാനപ്പെട്ട രണ്ട് ഉപയോഗങ്ങൾ, ഒന്ന് നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി പറയാം. പതിവായി ചെയ്യുന്ന, അതായത് നമ്മൾ പറയും, ഇംഗ്ലീഷിൽ പറയും ഹാബിറ്റ്സ് എന്ന് പറയും. നമുക്ക് ഹാബിറ്റ്സ് ഇല്ല. ചിലരൊക്കെ സ്മോക്കിംഗ്, സിഗരറ്റ് വലിക്കുന്ന ഹാബിറ്റ് അല്ലേ, ചിലർക്ക് ചീട്ട് കളിക്കുന്ന ഹാബിറ്റ്. ഇപ്പം അതവർ സ്ഥിരം ഇങ്ങനെ ചെയ്യുന്ന പണിയാണ്. അതുപോലെ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ. കൃത്യം 11 മണിക്ക് എല്ലാ ദിവസവും ഉറങ്ങാൻ പോകുന്നു, അതൊരു ഹാബിറ്റ്. കൃത്യം 3:30 മണിക്ക് ഏറ്റ് യോഗാസനം ചെയ്യുന്നു, അതൊരു ഹാബിറ്റ്, പതിവ്. ഇതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്തിലുള്ള നമ്മൾ പറയില്ല നിത്യസത്യങ്ങൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ സൂര്യൻ കിഴക്കുദിക്കുന്നു. അതിപ്പം നമ്മൾ എപ്പോൾ പറഞ്ഞാലും ആദ്യം പറയാൻ പറ്റുള്ളൂ. അതുപോലെ സത്യം വിജയിക്കും, സത്യമേവ ജയതേ എന്ന് പറഞ്ഞിട്ടില്ല, സത്യം വിജയിക്കും. അതൊരു നിത്യസത്യം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ട്രൂത്ത് എന്നാണ് പറയുന്നത്. നിത്യസത്യങ്ങൾ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ട്രൂത്ത്സ് എന്നാണ് പറയുന്നത്. ഇപ്പം എല്ലാ സ്ഥലത്തും സംഭവിക്കാവുന്ന കാര്യങ്ങൾ. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, ദ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുന്നു അല്ലേ. അപ്പം അങ്ങനത്തെ ദ സൺ റിവോൾവ്സ് റൗണ്ട് ദി സൺ. ദ എർത്ത്, സൺ റിവോൾവ്സ് അല്ല, ദ എർത്ത് റിവോൾവ്സ് റൗണ്ട് ദി സൺ. ഭൂമി സൂര്യനെ ചുറ്റുന്നു. ഇതൊക്കെ നിത്യസത്യങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പിന്നെ തണുപ്പ് കാലത്ത് ചൂടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു. ഇൻ വിൻ്റർ പീപ്പിൾ വെയർ WEAR വാം ക്ലോത്ത്സ്. അതാണ് അതൊരു ന്യായമായ സത്യമായ കാര്യമില്ലേ. അതുപോലെ തന്നെ സമ്മർ സീസണിൽ ഒത്തിരി വെള്ളം കുടിക്കുന്നു ആൾക്കാർ. സമ്മർ പീപ്പിൾ ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ. സമ്മർ പീപ്പിൾ ഡ്രിങ്ക്. ഇതൊക്കെ സാധാരണ നിത്യസത്യങ്ങളാണ്. അതിന് ഇപ്പോൾ രണ്ട് കാര്യങ്ങളൊക്കെയാണ്. ഒന്ന് ഏതാ, പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ, ഹാബിച്വൽ ആക്ഷൻസ്. രണ്ടാമത്തെ നിത്യസത്യങ്ങൾ, എന്നും സത്യമായി നിലകൊള്ളുന്ന കാര്യങ്ങൾ. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ പോലെ സൂര്യൻ കിഴക്കുദിക്കുന്നു, സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ ജൂലൈ മാസത്തിൽ മഴ പെയ്യുന്നു അല്ലേ, ഇറ്റ് റെയിൻസ് ഇൻ ജൂലൈ എന്നല്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ്. വേറൊരു കാര്യം നമുക്ക് അറിയേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ, ഈ ടെൻസിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന കുറച്ച് എക്സ്പ്രഷൻസ് ഉണ്ട്. നമ്മളതിന് അഡ്വർബ് എന്ന് പറയുന്നത്. അഡ്വർബ് നമ്മളത് പറഞ്ഞാണ് ക്രിയാവിശേഷണങ്ങൾ. ക്രിയയെ വിശേഷിപ്പിക്കുന്നു, അല്ലെങ്കിൽ ക്രിയയെ മോഡിഫൈ ചെയ്യുന്നു. അതാണ് അഡ്വർബ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ യൂഷ്വലി സാധാരണയായി, ഓഫൺ മിക്കപ്പോഴും, സംടൈംസ് വല്ലപ്പോഴും, സംടൈംസ് അല്ലെങ്കിൽ അറ്റ് ടൈംസ് എന്ന് പറയാം, ഓൾവേസ് എപ്പോഴും, പിന്നെ എവരി. ഇതാ ഞാൻ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എവരി പ്ലസ് എന്നാണ് കൊടുത്തേക്കുക. അപ്പം എവരി ഡേ, എവരി വീക്ക്, എവരി മന്ത്, എവരി ഇയർ, എവരി 10 years അങ്ങനെയൊക്കെ നമ്മൾ പറയും. മനസ്സിലായോ? നമ്മൾ പറയല്ലേ എവരി ഫെസ്റ്റിവൽ. ഇപ്പം എവരി കൂട്ടി ഒത്തിരി സംഗതികൾ പറയും. എവരി ഡേ, എവരി അവർ, എവരി സെക്കൻഡ്, എവരി മിനിറ്റ്. ഇതൊക്കെ എക്സ്പ്രഷൻസ് സിമ്പിൾ പ്രസൻറ്റിൻ്റെ കൂടെ പോകുന്ന എക്സ്പ്രഷൻസാണ്. എവരി അവർ ഹി വീപ്സ്. ഓരോ മണിക്കൂർ ഇടപെട്ടും അവൻ കരയുന്നു, വിങ്ങിക്കരയുന്നു.
നമുക്കറിയത്തില്ല എന്തിനാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്നതാണ് സെൽഡം, വല്ലപ്പോഴും. ഒരു ഒരിക്കലും ഇല്ലെന്നുള്ളത്, നെവർ, ഒരിക്കലും ഇല്ല. റെയർലി പറയുന്നത് വല്ലപ്പോഴും, വൺസ് ഒരു പ്രാവശ്യം, ട്വൈസ് 2 പ്രാവശ്യം, ത്രൈസ് 3 പ്രാവശ്യം, മെനി ടൈംസ് ഒത്തിരി പ്രാവശ്യം, അല്ലേ? അതുപോലെ തന്നെ 4 times, 6 times, 7 times ഇങ്ങനെയുള്ള, കാരണം അതെല്ലാം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് പതിവായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയാൻ വീണ്ടും വീണ്ടും അത് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇങ്ങനത്തെ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അഡ്വർബ്സ് ഇതിൻ്റെ കൂടെ പോകുന്നത്. ഇനി എക്സാമ്പിൾസ് കാണുമ്പോൾ അറിയാൻ പറ്റും. ഐ യൂഷ്വലി സിങ് ഇൻ ദ മോർണിംഗ്. വൈകുന്നേരം എനിക്ക് പാട്ട് പാടാൻ പറ്റിയില്ല, കാരണം എൻ്റെ തൊണ്ടയെല്ലാം അടഞ്ഞു പോകും. അപ്പോൾ ഐ യൂഷ്വലി ആണ് സാധാരണയായി. ദേ ഓഫൺ വാച്ച് മൂവീസ്. അവർ പലപ്പോഴും എന്താ ചെയ്യുന്നത്? മൂവി കാണുന്നു, ഫിലിം കാണുന്നു. സംടൈംസ് മദർ മേക്സ് കേക്ക്സ്. സംടൈംസ്, വല്ലപ്പോഴൊക്കെ. അത് എല്ലാ ദിവസവും കേക്ക് തിന്നാൽ നമുക്ക് അസുഖം ഉണ്ടാവും. അതുകൊണ്ട് അമ്മ വളരെ കെയർഫുള്ളാണ്. വി ഓൾവേസ് എൻജോയ് ഡാൻസ്. വി ഓൾവേസ് എൻജോയ് സിനിമാറ്റിക് ഡാൻസ്, അല്ലെ ഭരതനാട്യം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് മതം വേണം. 5ാമത്തെ, എവറി ഡേ ദ മെയ്ഡ് ബ്രിങ്സ് മിൽക്ക്. പതിവായി സംഭവിക്കുന്നതല്ലേ. എവറി ഡേ ഐ ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ്. എവറി ഡേ ഐ ഗോ ടു ബെഡ് ഇൻ ദി ഈവനിങ്. എവറി ഡേ ഐ ഗ്രീറ്റ് മൈ ടീച്ചേഴ്സ്. ഇങ്ങനെ എപ്പോഴും പറയാം. വൺസ് ഇൻ എ വീക്ക് വി ഗോ ടു ദ സീഷോർ. ഞായറാഴ്ച വൈകുന്നേരം ഞങ്ങൾ വൺസ് ഇൻ എ വീക്ക്. അത് ഇങ്ങനെ പറയാം, ഓൺ എവറി സൺഡേ. അങ്ങനെയും പറയാം, ഓൺ എവറി സൺഡേ ഗോ ടു ദ സീഷോർ. ടോയ്സ് in a year they meet in a hall. Twice in a year, thrice in a year, 5 times a year, 6 times a year. ഇങ്ങനത്തെ എല്ലാം പറയാം. ടൈം twice in a year. I seldom smoke. ഞാൻ സ്മോക്ക് ചെയ്യാറേ ഇല്ല. വല്ലപ്പോഴൊക്കെ ഒരു പ്രാവശ്യം, വല്ലപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ 1 അല്ലെങ്കിൽ ഒരു കൊല്ലത്തിൽ 1 പ്രാവശ്യം, അങ്ങനെയൊക്കെ ആ അർത്ഥത്തിലാണ്. സെൽഡം. ഐ സെൽഡം സ്പീക്ക് ടു പീപ്പിൾ. എൻ്റെ കാര്യമല്ല, പല ചിലർ അങ്ങനെയുണ്ട്. ഹീ സെൽഡം സ്പീക്സ് ടു പീപ്പിൾ. അത് അധികം വർത്തമാനമൊന്നും പറയില്ല, മിണ്ടാപ്രാണി എന്നൊക്കെ പറയില്ല. ഐ നെവർ ടേക്ക് കോഫി. അതെൻ്റെ നെഗറ്റീവ് ഹാബിറ്റാണ്. മറ്റൊക്കെ പോസിറ്റീവാണ്. ചെയ്യാത്തതും ഒരു ഹാബിറ്റാണ്. ഐ നെവർ സ്മോക്ക്, ഐ നെവർ ടേക്ക് കോഫി, ഐ നെവർ ടേക്ക് ആൽക്കഹോൾ, ഐ നെവർ, ഹീ നെവർ, ഷീ നെവർ, ദേ നെവർ, ഇങ്ങനെയൊക്കെ പറയും. മനസ്സിലായി? വേറെ മൈ ഫ്രണ്ട് റെയർലി കോൾസ് മീ. പണ്ടൊക്കെ എപ്പോഴും ഫ്രണ്ട്സൊക്കെ വിളിക്കുമായിരുന്നു, ഇപ്പോൾ ആരും വിളിക്കുന്നില്ല. അവർ വിചാരിച്ചാണ് ഞാൻ മരണപ്പെട്ടു പോയെന്ന്. അതുകൊണ്ടായി. മൈ ഫ്രണ്ട്സ് റെയർലി കോൾസ് മീ. മൈ ഫ്രണ്ട് റെയർലി കോൾസ് മീ. അത് ഫ്രണ്ട്സാണ് കോൾ മീ. അതാണ് ഞാൻ പറഞ്ഞത് പതിവ് കാര്യങ്ങൾ, അതായത് ഹാബിച്വൽ. എല്ലാ ദിവസവും സംഭവിക്കുന്ന, എല്ലാ മാസവും അങ്ങനെ പലപ്പോഴും സംഭവിക്കുന്ന ഇതൊക്കെയാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെൻസാണ് ദ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെൻസാണ്. ഇതിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബാച്ചലർ ടെൻസാണ്, കല്യാണം കഴിക്കാത്ത ടെൻസാണ്. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ ടെൻസുമായിട്ട് നമ്മൾ എന്തെങ്കിലും നമ്മൾ പറയുന്ന ഇംഗ്ലീഷിൽ പറയുന്ന ട്രാൻസ്ഫോർമേഷൻ എന്നാണ്. അതിൻ്റെ ഫോം മാറ്റുക. ട്രാൻസ്ഫോർമർ എന്നറിയത്തില്ലേ, ഇലക്ട്രിസിറ്റിയിലൊക്കെ ട്രാൻസ്ഫോർമർ. അതുപോലെ ഇതിനെ ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ, അതായത് നെഗറ്റീവായിട്ട് യെസ് ഓർ നോ ക്വസ്റ്റ്യനായിട്ട്, WH ക്വസ്റ്റ്യനായിട്ട് ഒക്കെ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നടത്തണമെങ്കിൽ ഡു വൺ, ഡു ഡസ്, അതെല്ലാം നമ്മൾ അതിൻ്റെ ആ മെക്കാനിസമൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്, അല്ലേ? ഡു ഡസ് ഒക്കെ എങ്ങനെയാണ്. അപ്പം പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നതാണ് നിത്യസത്യങ്ങളെ പറ്റി. ട്രൂത്ത് വിൻസ്. ഓൾവേസ് എന്നുള്ള ട്രൂത്ത് വിൻസ്. Well, it rains in July, it snows in December. Snow, S-N-O-W-S, snows in December. It rains in July. The sun gives us light, factor. In the sun shines. The sun, during the day the sun shines. During the night the moon shines. രാത്രി അമ്പിളിമാമൻ എന്നൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ പറയുകയല്ലേ, അത് ചന്ദ്രമാമ എന്നൊക്കെ പറയുന്നത്, അല്ലേ? അപ്പം ചന്ദ്രൻ പ്രകാശിക്കുന്നു,
പകൽ സമയത്ത് സൂര്യൻ പ്രകാശിക്കുന്നു, ദ സൺ ഷൈൻസ്. മനസ്സിലായോ? അപ്പോൾ അതുപോലെ തന്നെയാണ് ദ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്, അസ്തമിക്കുന്നു, റൈസസ് ഇൻ ദ മോർണിംഗ്. ഇതൊക്കെ സത്യം ആയ കാര്യങ്ങളാണ്, ഒരിക്കലും മാറാത്ത കാര്യങ്ങളാണ്. മാറാത്ത കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുന്നതിന് നമുക്ക് സിമ്പിൾ പ്രസൻ്റാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉദാഹരണം വേണമെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലേ സ്പോർട്സ് കമൻട്രീസൊക്കെ, അതെല്ലാം സിമ്പിൾ പ്രസൻറ്റിലാണ് പറയുന്നത് കൂടുതൽ. ദ ക്യാപ്റ്റൻ ഗോസ് ഫോർവേഡ് ആൻഡ് ദെൻ ഹി കാച്ചസ് ദ ബോൾ, ആഫ്റ്റർ ദാറ്റ് ഹി ത്രോസ് ഇറ്റ് ടു ദി അതർ സൈഡ്, ദ മാൻ ഓൺ ദ ലെഫ്റ്റ് കാച്ചസ് ഇറ്റ്, അങ്ങനെയൊക്കെ പറയില്ലേ, കാച്ചസ് ഇറ്റ്, എല്ലാം സിമ്പിൾ പ്രസൻറ്റാണ്. കാരണം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് ഇങ്ങനെ കമൻട്രി ഒക്കെ പറയുന്നത്. പിന്നെ വേറെ എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇത് ഭാവിയുടെ അർത്ഥം, ഫ്യൂച്ചർ അർത്ഥത്തിൽ ഉപയോഗിക്കാം. പക്ഷെ എന്നാലും ഒരു ടൈം അവിടെ കാണണം. ദ പ്രസിഡൻറ്റ് അറൈവ്സ് നെക്സ്റ്റ് മൺഡേ എന്തോ അറൈവ്സ് എന്നാണ് പറയുന്നത്. ദ പ്രസിഡൻറ്റ് ഈസ് അറൈവിങ് അങ്ങനെ പറയാം. പക്ഷെ ഇതാണ് കുറച്ചുകൂടി സ്റ്റാൻഡേർഡായിട്ട് പറയുന്നത്. പ്രസിഡൻറ്റ് അറൈവ്സ്, ഹി സ്റ്റേസ് ഫോർ എ വീക്ക് ഇൻ താജ്മഹൽ ഹോട്ടൽ താജ്മഹൽ. ഹി സ്റ്റേസ് ഫോർ എ വീക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഹി മീറ്റ്സ് മെനി പീപ്പിൾ ആഫ്റ്റർ ദാറ്റ്, അതിനും പറയാം. പക്ഷെ പ്രധാനമായിട്ടും നമ്മൾ സിമ്പിൾ പ്രസൻറ്റിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഇതാണ്. ഏതാ? ഒന്ന്, പതിവ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ പറ്റി പറയുക. രണ്ട്, നിത്യസത്യങ്ങളെ പറ്റി പറയുക. നമുക്ക് ക്ലിയർ ആണുള്ള സംഗതി ക്ലിയർ? നമ്മൾ ഇത്രയും പറയുന്നതിന് ശേഷം നമ്മളിപ്പോൾ എന്തെല്ലാം ചെയ്തു? ഫോം കണ്ടു. 2 ഫോമാണ്, എസ് ഉള്ള ഫോം, എസ് ഇല്ലാത്ത ഫോം. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എങ്ങനെയാണ്, എവിടെയാണ് അത് ഉപയോഗിക്കുന്നത്? ഒറ്റ സ്ഥലത്ത് മാത്രമേ എസ് ഉള്ള ഫോം ഉപയോഗിക്കുകയുള്ളൂ. അത് തേർഡ് പേഴ്സൺ സിംഗുലറാണ്. ഹീ, ഷീ, ഇറ്റ്, അല്ലെങ്കിൽ ബോയ്, ഗേൾ, നേച്ചർ എന്നൊക്കെ പറയുന്നത്. ടേബിൾ, ചെയർ, ഇതൊക്കെ തേർഡ് പേഴ്സൺ സിംഗുലറാണ്. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണമെങ്കിലും ഡു ഇൻസേർട്ട് ചെയ്യണം. എസ് ഉള്ള ഫോമിൻ്റെ കൂടെ ഡു ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് ഡസ് ആവും. പിന്നെ ബാക്കി അവിടെ എസ് ഇല്ല. അതുപോലെ ഡസ് ടോക്സ് എന്നൊരിക്കലും പറയരുത്. ഡസ് ടോക്ക്, ഡസ് സിങ്, ഡസ് റൺ, ഡസ് ജംപ് അങ്ങനെ പറയാം. ഡു ആണ് പ്രശ്നമൊന്നുമില്ല. ഡു റൺ, ഡു ജംപ്, ഡു മീറ്റ്, ഡു ഈറ്റ്, ഡു സിറ്റ്, ഡു സ്റ്റാൻഡ് അങ്ങനെയൊക്കെ പറയും. എസ് ഉള്ള ഫോമാണെങ്കിൽ ഡു ഡസ് ആവും. എസ് ഡുവിൻ്റെ കൂടെ ചേർക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ അവിടെ അതില്ല. സാധാരണ വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണത്. എറർ കറക്ഷനൊക്കെ ചിലപ്പോൾ അത് വരാം. ഹി ഈറ്റ്സ്, ഹി ഡസ് നോട്ട് ഈറ്റ്സ് റൈസ്. ഹി ഡസ് നോട്ട് പ്ലേസ് ഫുട്ബോൾ പറ്റത്തില്ല. ഹി ഡസ് നോട്ട് പ്ലേ ഫുട്ബോൾ. നെഗറ്റീവായി എസ് എന്ന ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. ഹി ഗോസ്, then does he go? He cries, does he cry? അതാണ് എസ് എന്ന ക്വസ്റ്റ്യൻ. പിന്നെ ഡബ്ല്യൂസ് ക്വസ്റ്റ്യൻ, ഡബ്ല്യൂസ് വാക്ക് കണ്ടുപിടിക്കുക. ഹി ഈറ്റ്സ് റൈസ്, വാട്ട് ഡസ് ഹി ഈറ്റ്? ഇതൊക്കെ നമ്മൾ നല്ലപോലെ ചെയ്തതാണ്. നിങ്ങൾ അതൊന്നുകൂടെ നോക്കുക. പിന്നെ പാസീവായി. പാസീവ് ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാസീവ് മീൻസ് ടു ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഹി ഈറ്റ്സ് എ മാംഗോ. എ മാംഗോ ഈസ് ഈറ്റൺ എന്ന് പറയുന്നത് ബൈ ഹിം അല്ലേ. അതുപോലെ യെസ് എന്ന ക്വസ്റ്റൻ എങ്ങനെയാണ് പാസീവ് ആക്കേണ്ടത്? അതിന് സ്റ്റേറ്റ്മെൻറ്റ് ആക്കണം. ഡബ്ല്യൂച്ച് ക്വസ്റ്റൻ എങ്ങനെയാണ് പാസീവ് ആക്കേണ്ടത്? അതിന് സ്റ്റേറ്റ്മെൻറ്റ് ആക്കണം. ലാസ്റ്റ് യൂസായി. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിസ്കഷനൊക്കെ കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കുറേ എക്സർസൈസൊക്കെ തന്നെ ചെയ്യുക, അങ്ങനെ മിടുക്കരാകുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് 3ാമത്തെ ടെൻസിലേക്ക് പോകാം. അതാണ് the present perfect tense. Bye.